ഹാപ്പി ഓണം. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയി വരണതാണല്ലോ അല്ലേ നമ്മ പ്രവാസികൾക്ക്. ഇനി അങ്ങനെ അടുത്ത സെലിബ്രേഷൻ വന്നെ വരും. എല്ലാ വീക്കെൻഡിലും ഓണം പരിപാടിയും ഓണസദ്യയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ കാണിക്കുന്നത് നമ്മുടെ പിങ്ക് പാലട പായസം ഇല്ലേ, അതിൻ്റെ ആ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ലിറ്റർ പാലും 1 കപ്പ് വെള്ളം പിന്നെ ആവശ്യമുള്ളൊരു പഞ്ചസാര. ഞാനൊരു 3/4 കപ്പോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നേരെ അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ചോളൂ. നമ്മുടെ പാല് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോൾ കുക്കർ അങ്ങോട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഉണ്ടല്ലോ പിന്നെ ഏറ്റവും ചെറിയ തീയിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ ഒരു 1-2 വിസിലൊക്കെ ഇത് അടിക്കും, എന്നാലും വലിയ കാര്യമാക്കൊന്നും വേണ്ട. ഒരു 3/4 മണിക്കൂർ തുടങ്ങിയിട്ടേ 1 മണിക്കൂർ വരെ നമ്മളുടെ ഈ ഒരു കുക്കർ ഇങ്ങനെ ഈ അടപ്പത്തിരിക്കണം കേട്ടോ. അതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 3/4 മണിക്കൂറോളം അത് അവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ടേ നമുക്ക് നമ്മുടെ അട വേവിച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് അടയാട്ടെ ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലോണം വെട്ടി തിളക്കുന്ന വെള്ളത്തിലോട്ടെ ഈ അട അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരെ അടക്കുക, തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ അത് ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അട വെന്തിട്ടുണ്ടാവും ആ ഒരു നേരം കൊണ്ടിട്ട്. ഇനി ഈ വെള്ളം അങ്ങോട്ട് ഊറ്റി കളഞ്ഞിട്ടേ നമ്മുടെ അട ഒന്ന് അങ്ങോട്ട് കഴുകി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇനി ഈ അടൻ്റെ വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിലോട്ടെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് വേണം നമ്മളുടെ ഒരു അടിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്നും അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കുക്കറിലെ പാലുണ്ടല്ലോ അതങ്ങോട്ട് എടുക്കുക. അതാ ഈ മൂടി ഇങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കളറിൽ കാണാൻ പറ്റും. ഇനി ഉണ്ടല്ലോ ഈ പാലേ നേരെ നമ്മുടെ അടയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നേ. ഇനി അവിടെ അങ്ങനെ കിടന്ന് തിളച്ച് നമ്മുടെ പാലൊക്കെ വറ്റി ഈ ഒരു അടയും പാലും തമ്മിലേ അങ്ങോട്ട് പിരിയാൻ പറ്റാത്ത പോലെ ഒരു സൗഹൃദത്തിൽ വരും. ആ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ വെക്കാനായിട്ടേ പഴം കിട്ടിയില്ല, പപ്പടം